അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോസിൻ്റെ ഇത് 200 ഗ്രാമാണ് ഇതിലുള്ളത്. ഇത് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് നല്ല തിളച്ച വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ അട ഇട്ട് വയ്ക്കുക. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കണം. ഇനി ഞാൻ നെക്സ്റ്റ് ഇത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കി പറയാം. ഇപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞതാണ്. അട അതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തണുത്ത വെള്ളത്തിൽ ഒരു 3 പ്രാവശ്യം കഴുകുക. അതാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. അതിന് പഞ്ചസാര 450 ഗ്രാം, അതേപോലെ കാഷ്യൂനട്ട് മുന്തിരിയും കുറച്ച് എടുക്കുക. ഇത് ഏലക്ക പൊടിച്ച് വെച്ചതാണ് പഞ്ചസാര കൂട്ടിയിട്ട്. ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് ഞാൻ ഇടുന്ന സമയത്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് വാഷ് ചെയ്യട്ടെ. ഇപ്പോൾ ഇതാ പാൽ എനിക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം അടുത്ത പ്രൊസീജിയർ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു സംഭവം ഇടുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഞാൻ പറയാം. ഇപ്പം ഇങ്ങനെ ജസ്റ്റ് കാണണം വന്ന്. ഇതിനി ഒന്ന് അലിയണം. ഇതിൽ ഞാനൊരു സാധനം ഇട്ടിട്ടുണ്ട്, അതെന്താണെന്ന് ലാസ്റ്റേ പറയുള്ളൂ. അപ്പം അതൊന്ന് ഇതിൽ അലിയട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി പഞ്ചസാര ഇതിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സംഭവം ഇട്ടിട്ടുള്ളത്. ഇപ്പൊ ഇത് കഴുകി വറുത്ത് വെച്ച അടയാണ്, അത് ഇതിലേക്ക് ഇടാം. അത് ഞാനൊരു ബട്ടറിൻ്റെ ഒരു പീസ് അതിലേക്ക് ഇടുകയാണ്. ഇനി ഇത് ഞങ്ങൾ ചെയ്യുന്നത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നോർമൽ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ നേരം നമ്മൾ വഴറ്റിയിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ഈ കുക്കറിലാണെങ്കിൽ നമുക്ക് ആകെ 20 മിനിറ്റ് ആകെ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റിനാണെങ്കിൽ ഡിഫറൻസ് ഇല്ല, വളരെ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെയാണ് വരുന്നതിനും. അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇത് പാല് തിളച്ചു. ഇതിൻ്റെ ഇതിൽ വിസിൽ മാറ്റിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ക്യാപ്പ് വെക്കുക. ക്യാപ്പ് വെച്ചതിന് ശേഷം ഗ്യാസ് നന്നായിട്ട് സിം ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ വിസിൽ വെച്ചതിന് ശേഷം 20 മിനിറ്റ് വെക്കുക. പക്ഷേ ഇത് വിസിൽ അടിക്കാൻ പാടില്ല. 20 മിനിറ്റ് വളരെ സിമ്മിൽ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓഫാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ എയർ മുഴുവനും പോകണം. അതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞ് അതിലത്തെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇതുണ്ടോ കളറൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് വേവാണ്. അടയൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1.5 ലിറ്ററിനും കൂടി പാലൊഴിച്ചിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് കുറുക്കുന്നുണ്ട്. ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാലൊഴിക്കുക. ഇതൊന്നുകൂടി വറ്റിച്ചെടുക്കണം. ഞാൻ നേരത്തെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഈ സംഭവം. ആൽഫൻലീബയാണ്. ഇതോ അല്ലെങ്കിൽ വെദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഠായി ഉണ്ട്. അത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ഇതിൽ ഞാൻ 2 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്, 2 പാക്കറ്റ് ഫുള്ള്. ഇപ്പം ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 4 പാക്കറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ടോട്ടൽ 4 പാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. ഇതിപ്പോൾ അത്ര കളർ കിട്ടിയിട്ടില്ല. 4 പാക്കറ്റ് ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പിങ്ക് കളർ വരും. ഇപ്പം ഞാൻ 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇത് ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കി ഇതാക്കട്ടെ. ഇതിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചത് ചേർക്കണം.
1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത നെയ്യാണ്, അത് ഇതിലേക്ക് വയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ആ വറുത്തതും ഇതിലേക്ക് ഇടുക. വറുത്തതും ഇതിലേക്ക് ഇടുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈസി പാലട പായസം റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ പാലട സോസിൻ്റെ ഉണ്ടാക്കി നോക്കുക.